അന്ന് അതിലുണ്ടായിരുന്ന കമ്മിറ്റിയിൽ സരയു മോഹൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അവർ ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അവരന്ന് പറഞ്ഞു ലാലേട്ടൻ രാജിവെക്കണമെങ്കിൽ വെക്കട്ടെ, ഞങ്ങൾ എന്തിനു രാജിവെക്കണം? എടാ സാബു, കുണം പിടിക്കാത്തവനെ എന്റെ അളിയൻ മണ്ടനല്ല. അദ്ദേഹം രാജിവെച്ചപ്പോ എത്ര പേര് അവിടെ രാജിവെച്ചു? ചെന്നായ്ക്കളുടെ നടുവിൽ കുറുക്കനെങ്കിലും ആയില്ലെങ്കിൽ ഓടി രക്ഷപ്പെടുന്നത് എങ്ങനെയാ? ഇതേ സരയു മോഹൻ തന്നെയാണ് ശ്വേതാ മേനോന്റെ അടുത്തും പറഞ്ഞോ ഇല്ലേന്ന് എന്തുറപ്പുണ്ട്? ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലെന്നുണ്ടോ? കേട്ട് കാരണം ഏറ്റവും സൈലന്റ് കില്ലർ പോയിസൺ ആണ് സരയു മോഹൻ. അത് ഞങ്ങളുടെ അംഗങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരും അത് പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. കേട്ടോ സഞ്ജീവ, മുജ്ജമ്മത്തിൽ നീ രാമനും ഇയാൾ രാവണനുമായിരുന്നിരിക്കാം, അല്ലെങ്കിൽ നീ കൃഷ്ണനും ഇയാൾ കംസനും. അല്ലാതെ നിന്നോട് ഇത്ര വൈരാഗ്യം തോന്നേണ്ട കാര്യമുണ്ടോടാ? ഈ കാലഘട്ടത്തിൽ നമ്മൾ ആരൊക്കെ എവിടെയൊക്കെ നിർത്തണം, നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ നമുക്കത് തിരിച്ചടിയാം. മനസ്സിലായി. ഇനി ഈ സിനിമാ സംഘടനയെ നന്നാക്കാൻ ആര് വന്നു കഴിഞ്ഞാൽ ശരിയാകും? ഞാൻ ഇപ്പോഴും പറയാണ് ദാൻ ശ്രീനിവാസൻ. ഇതിലും വലുതെന്തോ കാരണം ഇന്നസെന്റങ്ങളെ പോലെ നല്ല ബുദ്ധിയായിട്ട് സംസാരിക്കാൻ അറിയുന്നതാണ് ദാൻ. പറഞ്ഞ സാഹചര്യം വെച്ച് നോക്കുമ്പോ അനീതിക്കെതിരെ പ്രതികരിക്കുന്ന നിന്നെ പോലെയുള്ള ചെറുപ്പക്കാരെയാണടാ ഈ നാടിന് ആവശ്യം. ദാൻ വരണം.